അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ സാധാരണ മീൻകറിയൊക്കെ തയ്യാറാക്കുമ്പോഴേ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഇതിൽ വെച്ചിട്ടായിരിക്കുമല്ലോ അല്ലേ നിങ്ങൾ കറി വെക്കാറ്. പക്ഷേ ഇതാണ്ട മീൻ മസാലപ്പൊടി തന്നെ വീട്ടിൽ തയ്യാറാക്കി വെച്ചാലോ, മീൻ ഏതും ആയിക്കോട്ടെ, അയില, മത്തി, ആയിക്കോറാവോലി, എന്തിലും ഈ ഒരു പൊടി ഇട്ടിട്ട് മീൻകറി തയ്യാറാക്കിയാലേ വേറെ ലെവലാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുമാത്രമല്ലേ, ഇന്നൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. മക്കളെ, എനിക്ക് പ്ലേ ബട്ടൺ കിട്ടി. അപ്പോൾ 1,00,000 സബ്സ്ക്രൈബേഴ്സ്, ഒരു രക്ഷയില്ല കേട്ടോ. വല്ലാത്തൊരു ഫീൽ തന്നെയാണ്, വല്ലാത്തൊരു ഫീല്. അതിന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരൂല. ഇത് സത്യത്തിൽ ഓഫീസിലോട്ടൊക്കെ ആയിരുന്നേ വന്നത്. അപ്പോൾ എന്നെ കാട്ടി ആകാംക്ഷയായിരുന്നു ഇക്കൊക്കെ. അതൊക്കെ കിട്ടിയ പാടന്നൊക്കെ അൺബോക്സിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഫീസിലുള്ള പയ്യന്മാരും കുട്ടികളൊക്കെ സമ്മതിച്ചില്ല. അപ്പം തന്നെ തുറന്ന് എനിക്കങ്ങനെ വീഡിയോ ഇട്ടിട്ട് കാണിച്ചു തന്ന ഒരു വീഡിയോ ആണ് ഈ രീതിക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത്. മാഷാ അല്ലാഹ്, ഇതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. ഇക്ക വരാൻ രാത്രി ആയിട്ടുണ്ടായിരുന്നു. അതുവരെ ഞാനും മക്കളും വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ്ട് വന്ന പാടെ കുട്ടികൾ ഓടിപ്പോയിട്ട് തുറത്തിട്ട് ഇക്ക എന്ത് ഹരത്തിലായിട്ട് അതുമായിട്ട് വന്നു. മാഷാ അല്ലാഹ്, എനിക്ക് ഇക്കൻ്റെ ഈ മക്കളെ സന്തോഷം കണ്ടപ്പോഴാണ് എനിക്ക് കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ ശരിക്കും വന്ന്. ഇത് ശരിക്കും വേൾഡ് കപ്പിലെ മെസ്സി ട്രോഫി പിടിക്കുന്ന പോലെ അവർ വാപ്പയും മക്കളും ഇത് എടുത്ത് പൊക്കിയത് കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. കൂടെ നാട്ടിൽ എൻ്റെ ഉമ്മ അതിലേറെ സന്തോഷത്തിലായിരുന്നു. എൻ്റെ ഉമ്മക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. എല്ലാത്തിലും സത്യത്തിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയിലായിരുന്നു. പിന്നെ ഇതിലേറ്റവും വലിയ താങ്ക്സ് ഇക്കനോടും മക്കളോടും. എൻ്റെ ഉമ്മ റഷീദ എന്നെ ഇതിലേക്ക് നിർബന്ധിച്ചിറക്കിയ ആളാണ് റഷീദ. എനിക്കിതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അവളെ നിർബന്ധവും കൂടെ ഇക്കൻ്റെ നിർബന്ധവും. അപ്പോൾ മാഷാ അല്ലാഹ്, എനിക്കറിയില്ല. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരുമില്ല കേട്ടോ. രക്ഷയില്ല, നിങ്ങളില്ലെങ്കിൽ അതില്ല സത്യത്തിൽ. ചുമ്മാ ഞാനിങ്ങനെ ഒരു ടൈം പാസ് ആയിട്ട് അങ്ങനെ ഇട്ട് പോകുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെ കട്ടക്കുള്ള സപ്പോർട്ടാണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഗിഫ്റ്റ്. അപ്പോൾ ഈ കുട്ടികളെ ഹരം തീർന്നൊന്നുമില്ല കേട്ടോ. കുറേ നേരം അതും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ടേ കിടക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഫിഷ് മസാല പൗഡർ തയ്യാറാക്കാനായിട്ട് 1 ടീസ്പൂണാണ് കേട്ടോ നമുക്ക് പെരിഞ്ജീരകം വേണ്ടത്. ഇതാണ്ട് കറക്റ്റായിട്ടുള്ള അളവിൽ തന്നെ എടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് ഉലുവ വേണം. അത് ആ ഒരു അളവിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ചൂടായി കിടക്കുന്ന നോൺ സ്റ്റിക്ക് പാനിലോട്ടൊക്കെയാണ് അത് ഇട്ടെടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ടെടുത്താൽ മതി. അതേ അളവിൽ തന്നെ 1 ടീസ്പൂണിന് കടുക് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1/2 ടേബിൾ സ്പൂണാണ്. പിന്നെ നമുക്ക് മല്ലി വേണ്ടത്, കൊത്തമല്ലി. ഇനി നമുക്കിതിലോട്ടൊക്കെ വേണ്ടത് വറ്റൽമുളകാണ്. പാക്കറ്റ് മുളകെല്ലാം വാങ്ങാൻ കിട്ടും. അത് കഴുകി പിന്നെ വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷമായിരിക്കണം കേട്ടോ എടുക്കാൻ. നല്ല അഴുക്കുണ്ടാവും മുളകിൽ. 12 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ എരിവുള്ളതായിരിക്കണം കേട്ടോ എടുക്കാൻ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കറീൻ്റെ കളറൊക്കെ മാറും കാശ്മീരിൻ്റെ മുളക് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ട സ്പെഷ്യൽ ചേരുവ എന്ന് പറയുന്നത് കൊണ്ടാട്ടമുളകാണ് കേട്ടോ. ശരിക്കും ഈ ഒരു പൊടിൻ്റെ ഫ്ലേവർ എന്നൊക്കെ പറയുന്നത് കൊണ്ടാട്ടമുളകാണ്. പിന്നെ വേണ്ടത് 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് വേണം. അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്നങ്ങനെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വറുത്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, പിന്നെ നല്ല ചൂടിൽ വറുക്കരുത് കേട്ടോ. ഒരു നേരിയ ചൂടിൽ അങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാൻ വേണ്ടി മറക്കരുത്. ഇനി ഈ ഒരു പൊടിക്ക് നല്ലൊരു രുചി കൂട്ടാനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാറ് മാങ്ങപ്പൊടിയാണ് കേട്ടോ. അത് ശരിക്കും സ്പെഷ്യൽ തന്നെയാണ്. അത് നമുക്കൊരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവൊക്കെ പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിലൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ മാങ്ങപ്പൊടി ഇട്ട് കഴിഞ്ഞ പാടന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. ഫ്ലെയിം ഓൺ ആക്കരുത്. ആ ഒരു പാത്രത്തിൻ്റെ ചൂടിൽ മാത്രമായിരിക്കണം നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ മാങ്ങപ്പൊടിയൊക്കെ മാർക്കറ്റിലൊക്കെ പോയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇത് ശരിക്കും നമുക്ക് മീൻകറീൻ്റെ രുചി മാറി കിട്ടുന്നത് ഈ ഒരൊറ്റ മാങ്ങപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഉണക്കമുളക് ഉണ്ടല്ലോ, കൊണ്ടാട്ടമുളക്, അതുമാണ് കേട്ടോ ശരിക്കും ഇതിൻ്റെ ഫ്ലേവർ തന്നെ മാറ്റിയെടുക്കുന്നത്. ഇത് സത്യത്തിൽ എൻ്റെ സ്വന്തം റെസിപ്പി തന്നെയാണ് കേട്ടോ. ഞാനിങ്ങനെ വീട്ടിലുള്ളത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചിട്ട് ഓരോ പൊടികൾ കുറച്ച് ഉണ്ടാക്കി നോക്കും. അതിലേറ്റവും രുചിയായിട്ട് തോന്നുന്നത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ്ട് ചൂടോടെ തന്നെ മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പൊടിഞ്ഞിട്ടില്ല, കുറഞ്ഞ ക്വാണ്ടിറ്റിക്കല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് പൊടിച്ചപ്പോഴേ നല്ല രീതിക്ക് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതാണ്ട് നല്ല രീതിക്ക് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ക്വാണ്ടിറ്റിക്ക് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ മാങ്ങപ്പൊടി കിട്ടൂല എന്നാരും പേടിക്കേണ്ട, മാർക്കറ്റിൽ പോയാൽ കിട്ടും. അപ്പോൾ ഈ ഒരു പൊടി വെച്ചിട്ട് നമുക്ക് നല്ലൊരു മീൻകറി തയ്യാറാക്കിയാലോ. അപ്പോൾ ചൂടായി കിടക്കുന്ന നോൺ സ്റ്റിക്ക് പാനിലോട്ടേക്ക് നമുക്ക് പിന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. ഒരല്പം ഉലുവ പൊട്ടിച്ചെടുക്കാം. കറിവേപ്പില പൊട്ടിച്ചെടുക്കാം.
വെള്ളുള്ളിയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തത്. ഒരു 5-6 വെള്ളുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ ഞാൻ മീനിൻ്റെ തലക്കറിയാണ് വെക്കുന്നത്, സാധാ ഫ്ലഷ് ആയിട്ടുള്ളതല്ല വെക്കുന്നത്. അതുകൊണ്ട് വലിയുള്ളിയാണ് ഇതിലേക്ക് എടുത്തത്. അപ്പോൾ ഏകദേശം വലിയൊരു വലിയുള്ളി എടുത്തിട്ടുണ്ട്. അതിന് ചെറുതാണ് 2 എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതിലോട്ടേക്ക് ചുവന്നുള്ളി എടുക്കേണ്ടവർക്ക് കുറച്ചധികം ചുവന്നുള്ളി എടുത്തോളൂ. പിന്നെ ഇനി നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ തക്കാളി, അതും വലിയ തക്കാളിയാണ് എടുത്തത്, ചെറുതാണെങ്കിൽ 2 എടുത്തോളൂ കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ശരിക്കും വഴറ്റി കൊടുക്കാം. തലക്കറിക്കൊക്കെ ഈ ഒരു മസാലപ്പൊടി ഇട്ട് വെക്കുന്ന സമയത്ത് മാഷാഅല്ലാഹ് ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് തന്നെ ഒരു പ്രൗഡ് ഫീലാണ്. ഇങ്ങനത്തെ ഒക്കെ പൊടി നമ്മൾ തന്നെ സ്വന്തം ഉണ്ടാക്കിയിട്ട് ഇങ്ങനത്തെ കറിക്കൊക്കെ രുചിയോട് കൂടിയിട്ട് നമുക്ക് സെർവ് ചെയ്യുമ്പോഴേ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ തോന്നാറ്. പിന്നെ ഞാൻ എന്നിട്ട് എൻ്റെ ഉമ്മനോട് പറയാമല്ലോ, ഉമ്മ ഇങ്ങനത്തെ പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചോളി കേട്ടോ, ഒരു രക്ഷയില്ല, ഒടുക്കത്തെ ടേസ്റ്റ് അതൊക്കെ പറയാറായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതെൻ്റെ അയക്കോറൻ്റെ തലാണ്. അപ്പോഴിതൊന്ന് ശരിക്ക് കഴുകി വൃത്തിയാക്കട്ടെ. അന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു പൊടി നമുക്ക് ആ ഒരു ഉള്ളിൻ്റെ മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ മക്കളെ വിചാരിച്ചിട്ടാണ് ഒരുപാട് പൊടിയൊന്നും ഇട്ട് കൊടുക്കാത്തത്. 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. പിന്നെന്താണ് ഒരല്പം മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു കളറിനായിട്ട്. അപ്പോൾ എരിവ് വേണ്ടവരാണെങ്കിൽ നമ്മൾ തയ്യാറാക്കിയ ആ ഒരു മസാലപ്പൊടി ഉണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂണോളം എടുത്തോളേണ്ടി കേട്ടോ. അപ്പം അത്യാവശ്യം എരിവൊക്കെ വേണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റി മറിക്കുക. ഞാൻ അവിടെ കുട്ടികൾക്ക് ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാലേ നമുക്ക് ആ തലയൊക്കെ ഒന്നും ഇങ്ങനെ മുങ്ങി കിടക്കുള്ളൂ. ഇനി നമുക്കിതിലോട്ടേക്ക് പുളി വേണം. പിന്നെ കുടംപുളി വേണ്ടവർക്ക് അത് ഇട്ട് കൊടുക്കുക. അതിപ്പോൾ സാധാ പുളിയാണ് ചേർത്ത് കൊടുത്തത്. ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലാണ് എടുത്തത്. എന്നിട്ട് ശരിക്കും കറി ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച തലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ശരിക്കും ഒന്ന് വേവട്ടെ. ഇത് മീൻ മുളകിട്ടത് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത്. തേങ്ങ അരച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ ഈ ഒരു തയ്യാറാക്കിയ ഈ ഒരു പൊടി, മസാലപ്പൊടി 1 ടീസ്പൂണും പിന്നെ എരിവുള്ള മുളക് ഒരു അല്പം കൂടെ ചേർത്ത് കൊടുക്കുക. അത്ര മതി കേട്ടോ. അപ്പം തന്നെ നല്ല രുചിയായിട്ട് തന്നെ കിട്ടും. ഇനി ഇത് ശരിക്കും ഒന്ന് വേവട്ടെ. അപ്പോൾ ഈ തലേൻ്റെ ഉള്ളിൽ നിന്ന് ആ നെയ്യൊക്കെ ഇറങ്ങി വരുമ്പോഴേ കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. പിന്നെ ഈ ഒരു പൊടിയിലോട്ടേക്ക് മത്തിൻ്റെ കറിയൊക്കെ വെക്കുമ്പോൾ നല്ല രസമാണ് ആ മത്തിൻ്റെ നെയ്യൊക്കെ ഇറങ്ങിയിട്ട്. അപ്പോൾ ഇതാണ്ട് കറി നല്ല തിളച്ച് കഴിഞ്ഞപ്പോഴേ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് വെച്ചതുണ്ടായിരുന്നു, അതും മല്ലിയിലയും കൂടെ തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കഴിഞ്ഞാലേ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കറി ഉണ്ടല്ലോ ശരിക്കും നമ്മുടെ പൊറാട്ടൻ്റെ കൂടെയും കൈപ്പത്തിരിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കണം കേട്ടോ. രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. അത് വെച്ചിട്ട് ചോറിന് വലിയ കുറവൊന്നുമില്ല കേട്ടോ. ചോറിനും പൊള്ളിയാണ്, രക്ഷയില്ല മാഷാഅല്ലാഹ്. എന്ത് ടേസ്റ്റ് അറിയാം ഈ ഒരു മസാലപ്പൊടി വെച്ചിട്ടുള്ള ഈ ഒരു മീൻകറി തയ്യാറാക്കിയിട്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ മാങ്ങപ്പൊടിയും അതുപോലെ കൊണ്ടാട്ടമുളകുമാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി തരാം, കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി വെച്ചോളൂ, നിങ്ങൾക്ക് നഷ്ടം വരികയില്ല. കാരണം അത്രയ്ക്ക് രുചിയായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അത്ര രീതിക്ക് തന്നെ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. പിന്നെ ഈ ഒരു 2 സാധനം നിങ്ങൾ ഒഴിച്ചുകൂടരുത്. അതായത് കൊണ്ടാട്ടമുളകാണെങ്കിലും മാങ്ങാപ്പൊടി ആണെങ്കിലും ഇത് 2 ആണ് ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് വേറെ ലെവലിലേക്ക് എത്തിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ വിരുന്നാർ വരികയാണെങ്കിലോ ആര് വരികയാണെങ്കിലും നല്ലൊരു മീൻകറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ഡ്രീം തന്നെ ആയിരിക്കുമല്ലോ അല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ പെണ്ണുങ്ങൾക്ക്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. വീഡിയോ എടുക്കുന്നതുകൊണ്ട് സത്യത്തിൽ ചോറൊന്നും ആയിട്ടൊന്നും ഇല്ല കേട്ടോ. ആദ്യം തന്നെ കറിയാണ് ഞാൻ വെച്ചത്. പക്ഷേ ഈ ഒരു തലക്കറി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു രക്ഷയ്ക്ക് അപ്പം തന്നെ എടുത്ത് തിന്നാൻ തോന്നുന്നു കേട്ടോ. നമുക്കങ്ങനെ എന്താ കൺട്രോൾ കിട്ടൂല. പ്രത്യേകിച്ച് ഈ ഒരു മസാലപ്പൊടിയും കൂടെ ചേർത്ത് വെച്ചതല്ലേ. ഈ ഒരു മസാലപ്പൊടി ചേർത്ത കറി തിളയ്ക്കുമ്പോൾ തന്നെ ഉണ്ടാവും ഒരു പ്രത്യേക തരം സ്മെല്ല് തന്നെ വരാൻ. അപ്പോൾ അതെന്തായാലും ട്രൈ ചെയ്ത് നോക്ക്, എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അത് ഞാൻ ഗ്യാരണ്ടിയാണ്. പിന്നെ അതുപോലെ എന്താ പറയുക, എൻ്റെ സബ്സ്ക്രൈബേഴ്സുകളോട് ഞാൻ വീണ്ടും നന്ദി പറയാണ്. മാഷാഅല്ലാഹ്, നിങ്ങളുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ളത് അങ്ങനെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാക്കി എൻ്റെ ഷെൽഫിൽ അങ്ങനെ എടുത്ത് വെക്കുന്നതായിരിക്കും പതിവ്. എന്നിട്ട് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അവർ പോകുമെന്ന് പറയും. കൂടെ അവർ ഇങ്ങനെ റെസിപ്പി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറേ മൈനസ് ചെയ്തിട്ട് പറയും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞത്. ഇതാകുമ്പം പിന്നെ എന്താ പറയുക, നിങ്ങളുടെ പ്രോത്സാഹനം കണ്ടപ്പം തന്നെ എൻ്റേത് മുഴുവൻ ഞാൻ നിങ്ങളായിട്ട് എന്താണ് ഷെയർ ചെയ്യുന്നത്, എൻ്റെ റെസിപ്പീസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇനി മുൻപോട്ടേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്, അസ്സലാമു അലൈക്കും. അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ.